ഇപ്പൊ വ്ളോഗിങ് ചെയ്യുന്നോണ്ട് ചോദിക്കുന്നതാണ്, നമ്മളിപ്പോഴും ക്യാമറ കണ്ണിലൂടെയല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടോ പണ്ട് ആ സമയങ്ങളിലൊക്കെ എപ്പോഴും ക്യാമറ എടുത്ത്? ആസ്വദിക്കുക എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. എന്താണ് ഒരു ട്രാവലർ ആസ്വദിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു പണിയും ചെയ്യാതെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന് വട്ടത്തെ നോക്കുന്നതാണോ ആസ്വാദനം, അതോ നിങ്ങൾ ഇപ്പോൾ ഫുഡ് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുകയാണ്, നടക്കുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുകയാണ്, നിങ്ങൾ കാണുന്നത് ആസ്വദിക്കുകയാണ്, ഷൂട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ആസ്വദിക്കുകയാണത്. നിങ്ങളിത് കണ്ടിട്ടാണല്ലോ ക്യാമറ കൊണ്ട് അത് എടുത്തു തുടങ്ങുന്നത്, കാണാതെ ക്യാമറയിലൂടെ മാത്രമല്ല ലോകം കാണുന്നത്. തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷ സമയവും നിങ്ങളൊരു സ്ഥലത്തെ കാണുന്നത് ക്യാമറയിലൂടെ ആയിരിക്കാം. പണ്ടൊക്കെ വ്യൂ ഫൈൻഡറുള്ള ക്യാമറയിൽ ഇങ്ങനെ ഒരു കണ്ണ് അടച്ചു പിടിച്ച് മറ്റേ കണ്ണ് ചേർത്ത് വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അന്നത്തെ ക്യാമറകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വ്യൂ ഫൈൻഡറുകളായിരുന്നു. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു 10 കൊല്ലം ഞാൻ കണ്ടത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വ്യൂ ഫൈൻഡറിലൂടെ ഈ കാഴ്ചകളെല്ലാം കണ്ടത്. തിരിച്ചിവിടെ വന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കളറിൽ കാണുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ നമ്മളിത് കാണുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ ലണ്ടനിലെ ട്രഫാൽഗർ സ്ക്വയറിൽ ചെന്നിറങ്ങുമ്പോൾ ട്രഫാൽഗർ സ്ക്വയറിൻ്റെ ആ ഗാംഭീര്യവും അവിടുത്തെ പ്രൗഢിയും നമ്മൾ ഒന്ന് കാണുകയാണ്. എന്നിട്ടാണ് എവിടുന്ന് തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നത്, ഏത് വിഷ്വലൊക്കെ ഏതൊക്കെയാണ് എടുക്കേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഏതായിരിക്കണം ഫസ്റ്റ് ഷോട്ട്, സെക്കൻഡ് ഷോട്ട്, അതെങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളവിടെ അങ്ങ് ഇരുന്ന് ആസ്വദിച്ച് അവിടെ വഴിയിലെ റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്നൊരു കാപ്പിയോ ഒരു വൈനോ ഒക്കെ കുടിച്ച് അങ്ങനെ ഒരു കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് കാഴ്ചയും കണ്ടങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ ലിഷർ കാഴ്ചകളില്ല. അതെനിക്കും ആസ്വദിക്കാൻ പറ്റുന്നൊരു പണിയുമല്ല. അതും എനിക്ക് ബോറടിക്കും. കാരണം എൻ്റെ ജോലി എനിക്ക് അത് ആസ്വാദ്യമാകുന്നത് ഞാനത് എഫക്റ്റീവായിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്തു, ഞാനൊരു പ്രോഗ്രാം കണ്ടൻ്റാക്കി മാറ്റി എന്ന് പറയുമ്പോഴാണ് എനിക്കത് ആസ്വദിക്കാൻ പറ്റുക.